ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സ്നാക്കാണ് കേട്ടോ. വൈകിട്ട് കഴിക്കാനും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ സ്കൂളിൽ സ്നാക്സായിട്ട് കൊടുത്തുവിടാനും എല്ലാം നല്ലൊരു സ്നാക്കാണ്. ഇത് നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഹെൽത്തിനാണെങ്കിലും നല്ലതാണ്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫില്ലിങ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞ് എടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കുക, ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കണം, പിന്നെ നാരങ്ങാനീരും ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ, ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ മസാലകളെല്ലാം ഈ ഉള്ളിയിലേക്ക് പിടിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ഗോതമ്പ് പൊടി, ഉപ്പും വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഓരോ ഉരുളയും നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ ചെറിയ ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കുക. നമുക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ ഈ സ്നാക്ക് ആവശ്യമായി വരുന്നത് അതിനനുസരിച്ച് പരത്തിയെടുത്തിട്ട് അതിനകത്ത് കൊള്ളുന്ന തരത്തിലുള്ള മസാല വച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പരത്തിയ ഗോതമ്പിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മടക്കി അത് ഒട്ടിയിരുന്നോളും. ഇങ്ങനെ നമുക്ക് ഈ സ്നാക്ക് എല്ലാം റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ടൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊരു ഡിസൈനായിട്ടിരുന്നോളും. ഇതൊന്നും കമ്പൽസറി അല്ല കേട്ടോ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചൊരു അട്രാക്റ്റീവ് ആവാൻ നമ്മൾ പല പല ഷേപ്പുകളിൽ ഉണ്ടാക്കാം. ഇത് വേണമെങ്കിൽ നമ്മൾ മോദകം പോലെ വട്ടത്തിൽ ഉരുട്ടി മോളിൽ ഇങ്ങനെ കിഴി പോലെ ആക്കി പരത്തി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സമോസയുടെ ഷേപ്പിലാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ മാവും നമ്മളിതുപോലെ പരത്തി ഫില്ലിങ് വെച്ച് റെഡിയാക്കി വയ്ക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒത്തിരി അട്രാക്റ്റീവ് ആവാൻ നോക്കുക കേട്ടോ, അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓയിൽ ചൂടാകുമ്പോൾ നല്ല ചൂടിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ സ്നാക്കിൽ മുഴുവനും ഈ ഓയിൽ പിടിച്ചിരിക്കും. നമ്മളെപ്പോഴും ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഓയിൽ ഒഴിക്കുക, വീണ്ടും വീണ്ടും ഇത് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ വറുത്ത് കോരാവുന്നതാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണേ. നല്ലൊരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും വിശക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണല്ലോ നമുക്ക് ഓരോ വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം. താങ്ക് യു.